പഴയതുപോലല്ല. എല്ലാം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. രാജുനോട് ഞാൻ പറഞ്ഞതല്ലേ, എന്റെ സ്നേഹം എന്താ രാജു മനസ്സിലാക്കാത്ത? മാഡം, മാഡത്തിനോട് ഞാൻ പറഞ്ഞതല്ലേ, എന്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. രാജുവിന്റെ ഒരു മാനസികാവസ്ഥ, രാജു കുറച്ചൊക്കെ ഫോർവേഡ് ആയിട്ട് ചിന്തിക്കണം. എപ്പോഴും ഇങ്ങനെ ഗുരുഭക്തിയും ആദർശങ്ങളും മാത്രം വെച്ചുകൊണ്ട് ജീവിച്ച അത് ജീവിതമാവില്ല. രാജുവിന് സ്വന്തമായിട്ടൊരു ജീവിതമുണ്ട്. രാജുവിന്റെ ജീവിതത്തില് ഒരു പെണ്ണ് വേണം. രാജുവിന് ജീവിക്കണ്ടേ? രാജു ഇനി എന്നാ സ്വന്തം ജീവിതത്തെ കുറിച്ച് ആലോചിക്കുന്നേ? മാഡത്തിന് അറിയാലോ, എനിക്കങ്ങനെ സ്വന്തം ജീവിതമൊന്നുമില്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്റെ അനുജത്തി ശ്രീലക്ഷ്മിയുടെ വിവാഹം നടത്താൻ എനിക്ക് പറ്റിയില്ല. ഇനി അവള് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവളുടെ പഠനകാര്യത്തിന് എന്തെങ്കിലും സേവിങ്സ് എനിക്കുണ്ടാക്കണം. അതല്ലാതെ ഇപ്പോ രാജുവിന് എപ്പോഴും ഈ പ്രാരാബ്ദത്തിന്റെ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. കുറച്ചൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം രാജു. രാജു എന്നെ കെട്ടിക്കഴിഞ്ഞ ഈ വീട്ടിലെ സ്വത്തൊക്കെ രാജുവിന് കിട്ടില്ലേ? മാഡം, ഇതാണ് എന്റെ ഏറ്റവും വലിയ ടെൻഷൻ. ഞാൻ ഈ സ്വത്തെല്ലാം ആഗ്രഹിച്ചാണ് മാഡത്തെ പ്രണയിക്കുന്നല്ലേ എല്ലാവരും വിചാരിക്കുള്ളൂ. അത് പാടില്ല മാഡം. ഇങ്ങനൊരു വലിയ വീട്ടിൽ ജനിച്ചത് എന്റെ തെറ്റാണോ രാജു? രാജു ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളുടെ മകളായി പോയതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഞാനൊരു സാധാരണ വീട്ടിലെ പെൺകുട്ടിയായിട്ട് ജനിച്ചാ മതിയായിരുന്നു. ഇങ്ങനെ ഇമോഷണൽ ആയിട്ടൊന്നും പറയല്ലേ മാഡം. നമ്മുടെ ജനനം, പിറവി, ഇതൊക്കെ ദൈവം മുന്നേ തീരുമാനിച്ച കാര്യ. രാജു, ഈ ഉപദേശവും ഫിലോസഫിയൊക്കെ ഒന്ന് നിർത്ത്. എന്നിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയാ, ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക്. ഇപ്പൊ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വേറൊരുത്തം വന്നിരിക്കുന്നു. ഇനി എന്തൊക്കെ ടോർച്ചറിങ് അവൻ ചെയ്യാൻ പോകുന്ന എന്തോ. ഓൾറെഡി അവൻ എന്നെ ടോർച്ചർ ചെയ്യുക. അവന്റെ ബർത്ത്ഡേ എന്നും പറഞ്ഞ് എന്നെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നു. അവിടെ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇനി അവിടെ വെച്ചെങ്ങാനും എന്നെ പ്രപ്പോസ് ചെയ്യുമെന്ന എന്റെ പേടി. ഇനി മോതിരമായിട്ട് നിന്നോണ്ട് വിൽ യു മാരി മീ എന്നങ്ങനെ ചോദിച്ചാ ഞാൻ എന്ത് പറയണം? മാഡം, മാഡത്തിന്റെ മനസ്സിൽ എന്താന്ന് പറയണം? എന്റെ മനസ്സിൽ എന്താണെന്ന് പറയേണ്ടവരോട് പറഞ്ഞിട്ട് അവർക്ക് മറുപടിയൊന്നുമില്ല. ആ റോഹനോട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ അവനത് മനസ്സിലാക്കാൻ പോകുന്നുമില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി വിൽ യു മാരി മീന്ന് പിന്നെയും ചോദിക്കും.